Happy Mother's Day to all the lovely moms out there. Welcome to We Are Family. My name is Anita G. Joseph, and today we have a special Mother's Day edition titled Meet My Mother. So I would like to introduce my mother, Sheeta Jeevan. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതും ഞാനും മമ്മിയൊക്കെ വന്നിട്ട് അപ്പോൾ ഞാൻ ഓർത്തു ഒരു മദേഴ്സ് ഡേ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇയറിൽ വരുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. സോ ഫോർ എവറി ഇൻഡിവിജ്വൽ വെരി സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് ഇസ് യുവർ മദർ. പക്ഷെ നമ്മൾ നമ്മുടെ അമ്മയുടെ വാല്യൂ പലപ്പോഴും നമ്മൾ അത് ഓരോ ദിവസവും നമ്മൾ മറക്കുന്നോ അല്ലെങ്കിൽ നമ്മളത് ഓർക്കാറില്ല. അപ്പോൾ ഇന്ന് ഐ വുഡ് ലൈക്ക് ടു ആക്ച്വലി ഇൻട്രൊഡ്യൂസ് my mother as an individual, what she does and everything. Personally, എന്താണ് മമ്മിനെ കുറിച്ച് അറിയാനുള്ള കാര്യങ്ങൾ. So I hope you are ready for all the questions I'm going to ask you. എനിക്ക് ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. കാര്യം കഴിഞ്ഞാൽ ഇന്റർവ്യൂ ആയിരിക്കുന്നത് എൻ്റെ മോളാണ്. പിന്നെ ഒപ്പം നീ എൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നോടൊന്നും പറയുന്നില്ല. ഇന്നിപ്പോൾ ഈ ഒരു മദേഴ്സ് ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് നിൻ്റെ മാത്രം ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് നീ ചോദിക്കാൻ പോണേ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് നിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത്. അതിൽ വളരെയധികം ഒരു പ്രൗഡാണ് ശരിക്കും പറഞ്ഞത്. നിങ്ങളുടെ ഒരു അമ്മയാവാൻ പറ്റിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ദൈവം തന്നൊരു വലിയ അനുഗ്രഹമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഹാപ്പി മദേഴ്സ് ഡേ ടു എല്ലാവർക്കും മദേഴ്സ് ഡേ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരമ്മ എന്ന നിലയിൽ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് ആസ്പെക്റ്റ് എന്നാണ് നമ്മുടെ എക്സ്പീരിയൻസ്? എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു അമ്മ എന്നുള്ള ആ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരും ആ ഫേസ് മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും സന്തോഷം തന്നെയാണ് ആ ഒരു അമ്മ എന്നുള്ള ആ ഒരു ഫീലിംഗ്. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു വേഴ്സ്റ്റാണ് ഞാൻ ആദ്യം പറയുന്നത്. വേഴ്സ്റ്റിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിയുടെ ഒപ്പം തന്നെയാണ് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നത്. അറ്റ് ടൈം ഞാനൊരു എൻ്റർപ്രണറാണ്. അപ്പോൾ എൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ സമയം ഞാൻ ശരിക്കും ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു കറോള് ജനിച്ച സമയത്തൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ ആ ബിസിനസ് തുടങ്ങി കുറേ പരാജയങ്ങൾ വന്ന സമയത്താണ്. കാരണം ജനിച്ച ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജോലിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒരു 30 days ഒന്നും ഞാൻ എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമയം ചെലവഴിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതെപ്പോഴും എന്നെ സംബന്ധിച്ചൊരു അതിലെനിക്ക് എപ്പോഴും ഒരു നീട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ചെറുപ്പകാലത്തിൽ എനിക്ക് അത്ര അധികം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതെന്നെ സംബന്ധിച്ച് എപ്പോഴും ഒരു പെയിനിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എപ്പോഴും ഒരു വിഷമമാണ്. ഇപ്പോഴും ഞാൻ ഒരു കുറ്റബോധത്തോടെയാണ് അത് ഇങ്ങനെ ഓർക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഞാനൊരു അമ്മ എന്ന നിലയിൽ അതിൽ ഞാനൊരു സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളുടെ കൂടെയുള്ള മൊമെൻറ്റ്സ്. പക്ഷേ ഇപ്പം അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള സാധനങ്ങൾ കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി തരാനായിട്ട് ഞാനിപ്പോൾ നന്നായി പറ്റി. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തന്നെ നോക്കുന്ന ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ എക്സ്പെഷ്യലി ലോക്ക്ഡൗണിൽ ഞാൻ തന്നെയാണ് നിങ്ങളുടെ എല്ലാം ചെയ്തത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളൊരു അമ്മയാവാൻ നല്ലൊരു അമ്മയാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു അത് ഇപ്പം അതൊരു നിങ്ങളുടെ ആ ഒരു ജീവിതമാണെങ്കിൽ നിങ്ങളെ ഒരു ഇൻസ്പയർ ചെയ്താലും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇത് പറഞ്ഞാൽ നിങ്ങളുടെ നല്ല ഫ്രണ്ടായിട്ട് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളത് നമുക്ക്. ശരിയാണ് മമ്മി പറഞ്ഞത്. എനിക്കൊന്ന് ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് നമ്മളൊരു കൂടുതലൊരു ബോണ്ടിങ്. ഇനിയും നമുക്ക് എനിക്കും മമ്മിക്കും ചേട്ടനും അത്യാവശ്യം നല്ല ബോണ്ടിങ് ഉണ്ട്. പക്ഷെ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് നമ്മളൊരു ബോണ്ടിങ് ഒരു എപ്പോഴും നമ്മൾ കൂടെ ഇരിക്കും. മണിക്കൂറുകളാണ് നമ്മൾ സംസാരിച്ച് നമ്മൾ അങ്ങനെ ഒരു ഇത്തിരി കൂടി മമ്മിയുടെ ഒരു ആക്ടിവിറ്റി തന്നെ നമ്മൾ കൂടി ഇരിക്കുക, പണി തീർക്കുക. അത് കഴിഞ്ഞാൽ അങ്ങനെ അതൊരു ഫൺ ടൈം. അതുകൊണ്ട് അങ്ങനെ ഒരു നിർത്തിപ്പോയാണ് കാണുന്നത്. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ടൈം ഒക്കെ തോന്നുന്നു. നമ്മുടെ കേസിൽ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് നടക്കാത്ത ഒരു കാര്യമാണ് ഇപ്പൊ നടക്കുന്നത്. അത് നമുക്കിപ്പോൾ വീട്ടിൽ അങ്ങനെ നേടില്ല. കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മളിങ്ങനെ
അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതെ, അനീറ്റയുടെ ഭയങ്കര വലിയ കംപ്ലൈന്റ് ആയിരുന്നു. അനീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ കുക്ക് ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ ഡിഷും ഞാൻ ഈ ഒരു വർഷത്തിലുണ്ടാക്കി തന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാറ്. കേട്ടില്ല, അനീറ്റ അത് ഇഷ്ടപ്പെടുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. മമ്മി അടുത്ത ക്വസ്റ്റ്യൻ. മമ്മി എനിക്കറിയില്ല മിക്കവർക്ക് അറിയുമെന്ന്. എൻ്റെ മമ്മി ഒരു 19 ഇയേഴ്സിലാണ് മമ്മി ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ മമ്മിയുടെ ഫാമിലി ബേസിക്കലി മമ്മിയൊക്കെ വരുന്ന മമ്മി പപ്പയായാലും വരുന്ന നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ആരും നമ്മുടെ ഫാമിലിയിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ഉണ്ടാകുന്നതൊന്നുമില്ല. മമ്മിക്ക് ഇപ്പോൾ അത്ര ഒരു യങ് ഏജിൽ ജനറൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് എന്ത് ധൈര്യത്തിലാണ് മമ്മി അതും ഒരു വുമൺ എന്ന നിലയിൽ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറാനുള്ളൊരു ധൈര്യം, അതും യു ഡോണ്ട് ഹാവ് എനിവൺ ടു സപ്പോർട്ട് യു. അപ്പോൾ എന്താണ് മമ്മീനെ അതിലേക്ക് ആ ഒരു ഡിസിഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്? ഇപ്പം ബിസിനസ്സിൽ ഫാമിലിയിൽ ആരുമില്ല സത്യമാണ്. എനിക്ക് പോലും എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ബിസിനസ്സിലേക്കൊക്കെ വരാനായിട്ടുള്ള മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയും ഗ്രാൻഡ് മദറും ആയിരുന്നു. അവർ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടഡായിരുന്നു. ഇപ്പം ഡാഡിയുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അതിലിങ്ങനെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു അമ്മയായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ മമ്മിയേക്കാളും ഇൻറ്റിമസി എനിക്ക് അമ്മയോടായിരുന്നു. അപ്പോൾ അമ്മയെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരെയും കാനഡയിൽ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അമ്മയുടെ ഒരു ഡ്രീം. പക്ഷേ ഞങ്ങൾക്ക് എന്തോ ആ സമയത്ത് ഇമിഗ്രേഷൻ കിട്ടിയില്ല. അപ്പോൾ അതൊരു നടക്കാത്ത സ്വപ്നമായിട്ട് മാറി. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻ്റർ എന്ന് വന്നിട്ട് ഇങ്ങനെ തുടങ്ങിയത്. കാര്യം അന്നിങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോൾ 350 രൂപ 500 രൂപ 1000 രൂപയ്ക്കാണ് ശമ്പളം. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ എംപ്ലോയ്മെൻറ്റിൽ അങ്ങനെ വലിയ സാലറി കിട്ടില്ല. അപ്പോൾ ടോട്ടലി നമുക്കൊരു എന്താണ് നിങ്ങൾക്കറിയില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ഒരു മോഡലിൽ ഇങ്ങനെ തുടങ്ങിയത്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇങ്ങനെ എന്താണ് എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൂടെ വന്നപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഇത്രയും വർഷം പോയി എന്ന് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ മമ്മിയുടെ കേസിൽ എനിക്ക് തോന്നുന്നു മമ്മി തന്നെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുമ്പോൾ സംതിങ് ദാറ്റ് ഐ ഓൾവേസ് ലൈക്ക് അബൌട്ട് യു ഇസ് ദാറ്റ് മമ്മി എനിക്കൊന്ന് മമ്മി ഭയങ്കര ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. എനിക്കൊന്ന് എല്ലാ വർക്കിംഗ് മദേഴ്സിനും എക്സ്പെഷ്യലി അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്നത് യു ഡോണ്ട് ഹാവ് ടു ഗോ ആസ്ക് ഫോർ മണി ഇഫ് യു നീഡ് ഇറ്റ്. നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. യു ഹാവ് യുവർ ഓൺ, യു ഡോണ്ട് നീഡ് ടു ആസ്ക് എനിവൺ, യു ഹാവ് യുവർ ഓൺ ഇൻകം. അതൊരു ഇപ്പോഴത്തെ കാലത്ത് എക്സ്പെഷ്യലി വെൻ എനിക്ക് തോന്നുന്നു ലൈഫ് ഇസ് വെരി അൺസർട്ടൻ, യു ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് ഡേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ വുമൻ ടു ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് നോട്ട് റിലൈങ് ഓൺ എനിവൺ. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിൽ മമ്മിയും എനിക്ക് തോന്നുന്നു എന്നെ വളർത്തിയപ്പോൾ മമ്മി ഏറ്റവും കൂടുതൽ ഭയങ്കര ഹൈലി ഫോക്കസ് ചെയ്യാൻ എന്നെ കുഞ്ഞെ മുതൽ പറയുന്ന ഒരു കാര്യമാണ്. എന്ത് ചെയ്താലും നന്നായിട്ട് പഠിച്ച് നല്ലൊരു കരിയർ ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ കരിയർ. അപ്പോൾ എന്തുകൊണ്ടാണ് മമ്മിക്ക് ആ ഒരു ഐഡിയോളജിയിലേക്ക് എത്താൻ കാരണം? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇവൻ ഇപ്പം ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് മമ്മിക്ക് ഇങ്ങനെ ക്യാഷ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പല സമയത്തും മമ്മിക്കൊരു വിഷമം തന്നെയായിരുന്നു. അപ്പോൾ മമ്മിക്ക് പലപ്പോഴും ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡാഡിയോട് ചോദിക്കണം, അല്ലെങ്കിൽ മമ്മിയുടെ അപ്പനോട് ചോദിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കണ്ടു വന്നപ്പോൾ എനിക്ക് അത് പലപ്പോഴും ഒരു മെൻ്റലി എനിക്കൊരു എപ്പോഴും എനിക്ക് സ്വന്തം കാര്യം നിൽക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രയോറിറ്റി. അപ്പോൾ ഒരിക്കലും എനിക്കൊരാളെ ഇങ്ങനെ റിലേ ചെയ്ത് ജീവിക്കാൻ ഒത്തിരി ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ന്യൂ അവന്യൂസ് നോക്കാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും. ഇപ്പം നിങ്ങളെ തന്നെ വളർത്തുമ്പോൾ രണ്ടുപേരോടും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അച്ഛനും അമ്മയും എന്ത് തന്നല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുകയും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് കണ്ടുപിടിച്ച് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ഗ്രോ ചെയ്യണം എന്ന് തന്നെയാണ് എപ്പോഴും ഞാൻ നിങ്ങളൊരു സ്വന്തം കാലം നിൽക്കണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തിയേക്കണം. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം നമ്മൾക്കിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്ത് സംഭവിക്കാൻ നമ്മുടെ ജീവിതം, നമ്മൾക്ക് ഒരു ഏത് സമയത്ത് ഇപ്പോൾ ഇഷ്ടംപോലെ ഡിവോഴ്സുകൾ കൂടി നടക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ അഭാവം വരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ സ്ത്രീയും സ്വന്തം കാര്യം നിൽക്കുവാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒത്തിരി വിഷമിക്കേണ്ടി വരും. നിങ്ങളുടെ ഒരാവശ്യവും എനിക്ക് ഇതുവരെ
ചെയ്ത് ഒരിക്കലും എന്ത് വന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എന്താ ആവശ്യം, പിന്നെ ഒരു ഓവറായിട്ട് ഞാൻ അങ്ങനെ ലക്ഷ്യം ചെയ്യാറില്ല. പക്ഷെ എങ്കിലും ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്ന എല്ലാ നെസസിറ്റി അല്ല, നിങ്ങൾ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അനാവശ്യത്തിന് ഞാൻ ചെയ്യാറില്ല. മമ്മി എനിക്ക് തോന്നുന്നു, ഐ ഗസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, നമുക്ക് കുഞ്ഞു മുതൽ ഇപ്പം എൻ്റെയും ചേട്ടൻ്റെ കാര്യത്തിൽ ഏറ്റവും ഒരു സ്കൂളിലൊക്കെ നമുക്ക് ഫ്രണ്ട്സ് കുറേ ഉണ്ടെങ്കിലും ഞാനപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്ന് കുറേ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. മമ്മി എനിക്കൊന്നൊരു ദിവസം എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാര്യം ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ മമ്മിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു, ഭയങ്കര വിഷമം പറഞ്ഞു മമ്മി. അമ്മ അന്ന് അത്ര ദൂരം എന്താ ഞാൻ എന്നോട് എല്ലാം ഓപ്പൺ അപ്പ് ചെയ്ത് നിന്നോട് മിണ്ടെന്ന് വെച്ചാൽ നീ എന്താ അങ്ങനെ എന്നോട് കാണാത്തന്നൊക്കെ പറഞ്ഞു. എനിക്ക് കറക്റ്റ് തേർഡോ ഫോർത്ത് ഏതൊരു സമയം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വന്നപ്പോ അമ്മ ഇങ്ങനെ പറഞ്ഞതാണ്. എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ അടുത്ത് മാത്രമല്ല ചേട്ടൻ്റെ അടുത്ത് മമ്മി എപ്പോഴും പറയും, കാറോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണം എനിക്ക്, അനീറ്റയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ് ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ആദ്യം ഉണ്ടെങ്കിലും എന്നോട് വന്ന് സംസാരിക്കണം എന്നുള്ളൊരു ഐഡിയോളജി മമ്മിക്കുണ്ട്. മമ്മിക്ക് അത് പക്ഷെ അത് കഴിഞ്ഞിട്ടൊന്ന് ഞാൻ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ മമ്മിയുടെ സൈഡിൽ നിന്ന് ഭയങ്കര എഫേർട്ട് എടുക്കും മമ്മി. ഇങ്ങനെ ഫസ്റ്റ് മമ്മിയുടെ അടുത്തേക്ക് ഞങ്ങൾ എത്താനും മമ്മിയുടെ അടുത്ത് മിണ്ടാനും. അതെന്താ മമ്മിക്ക് അങ്ങനെ അത്ര എൻ്റെ മമ്മിയുടെ അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഗ്രാൻഡിയോടെ. മമ്മി അങ്ങനെ അത്രയും അങ്ങനെ ഒരു കെയറിങ് ആയിരുന്നെങ്കിൽ പോലും ഞാനൊരു എക്സ്പെക്ട് ചെയ്യുന്ന ആംഗിളിൽ മമ്മിയുടെ സൈഡിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മക്കളുടെ ഇത് കിട്ടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ ഒരു ഐഡിയോളജി ആവാം. പിന്നെ അനീറ്റ് ജനിച്ചപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പെൺകുച്ച്. ഈവൻ കറോള് ആദ്യത്തെ കുട്ടിയുടെ ഇപ്പൊ ജയ്മോന്റെ മമ്മിക്ക് ജയ്മോനൊക്കെ ഒരു ആൺകുട്ടി വേണമെന്നാണ്. അപ്പൊ എൻ്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ പെൺകുച്ച് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പെൺകുട്ടി വേണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കതിന് അന്ന് ജയ്മോന്റെ ഡാഡി എന്നോട് പറഞ്ഞു, അത് നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാനായിട്ടാ, നീ പെൺകുച്ച് വേണം. പെൺകുച്ച് ഉള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആൺകുട്ടി ആയിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് പ്രഗ്നന്റ് ആയപ്പോഴും ഞാൻ പെൺകുച്ചായിരിക്കും എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു. അപ്പൊ അവർക്കൊന്നും അത് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വെച്ചിട്ട് ആൺകുട്ടിയാണ് ഫസ്റ്റ് അല്ല. പക്ഷെ എനിക്കങ്ങനെ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ല കേട്ടോ. എനിക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ഇഷ്ടമാണ്. പിന്നെ എനിക്കിങ്ങനെ പെൺകുച്ച് വേണമെന്നുള്ളത് ഇങ്ങനെ ഒരിക്കലൊക്കെ നടത്താൻ. പക്ഷെ നിന്നെ ഒരിക്കലും എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഒരു കാര്യത്തിലും ഒരിക്കലും തന്നെ ഇപ്പൊ കറോളാണ് വേണം പൊട്ട് തൊടാൻ പറഞ്ഞാലും അവിടെ ഇരുന്നതാണ്. ഇങ്ങനെ പൊട്ട് തൊടന് പോയിട്ട് ഒരു ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിക്കാത്ത ഒരു പെൺകുച്ചാണ്. അപ്പൊ അതില് ഞാൻ വിചാരിച്ചത് നടന്നിട്ടില്ല കേട്ടോ. ഒരു കണ്ണെഴുതാനോ പൊട്ട് തൊടാനോ ഒന്നും ചെയ്യാത്തൊരു പെൺകുച്ചാണ്. അതിൽ കൂടുതൽ കറോള അല്ലെങ്കിൽ ഗോൾഡ് ഒന്നും ചെയ്യില്ല, ഒന്നും ഇടില്ല. മമ്മിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഓർക്കുമ്പോൾ ഓരോരോ ചൈൽഡും ഭയങ്കര യുണീക്ക് ഒരു ഇൻഡിവിജ്വലാണ്, ഒരു യുണീക്ക് പേഴ്സണാലിറ്റി ഉണ്ട്. ഒരു കൊച്ചിനെ വളർത്തുമ്പോൾ ഇപ്പം ഞാനും ചേട്ടൻ തന്നെ നോക്കുകയാണെങ്കിൽ വി ആർ വെരി ഡിഫറെൻറ്റ്. ഞങ്ങൾ എല്ലാ രീതിയിലും ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പം മമ്മിക്ക് എന്താണ് ചേട്ടൻ്റെയും എൻ്റെയും ബെസ്റ്റ് മമ്മിക്കൊന്ന് വളർത്തിയ ഒരു ഈസി കാര്യം, ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ആസ്പെക്ട്? കറോളിനെ സംബന്ധിച്ച് വളർത്തിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ അവരെ വളർത്തുമ്പോഴത്തേക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മോനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഹാബിറ്റ്സ്. അവൻ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭക്ഷണം കഴിപ്പിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇപ്പോഴും അത് പണ്ട് അതെ. അപ്പൊ അവൻ ജനിച്ച സമയത്ത് തന്നെ എനിക്കാണെങ്കിൽ ഒരു 3-4 വയസ്സ് വരെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞ് 8th മന്തിലൊക്കെ ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ കുറേ ദിവസം ഇൻക്യുബേറ്ററിൽ കിടന്നു. ആ ഒരു മറ്റേ വെയിറ്റ് ഒന്ന് ഇതായി വരുന്നത് വരെ സ്റ്റെബിലൈസ്ഡ് ആവുന്നത്. അപ്പോൾ അവർ ഈ ലാക്ടോജൻ പോലെയുള്ള സാധനങ്ങൾ അവർക്ക് കലക്കി കൊടുക്കണം. അപ്പോൾ ഈവൻ അത് നല്ല മധുരമാണല്ലോ, ബ്രസ്റ്റ് മിൽക്കിന് മധുരം ഇല്ലല്ലോ. അപ്പം പുള്ളി അത് മാത്രമേ കഴിക്കുള്ളായിരുന്നു. അപ്പം ഈവൻ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് അതിന് ഭയങ്കര സെലക്റ്റീവ്. അവന് ആകെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ, അത് മാത്രമേ അവൻ കഴിക്കുള്ളൂ. അങ്ങനെ ഭയങ്കര ചൂസ് ചെയ്യുന്നത്.
അപ്പം അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ്റെ കേസിൽ എനിക്ക് എപ്പോഴും ഒരു സങ്കടമാണ്. കാര്യം ഈ കൊച്ച് എന്ത് ചെയ്യും, നാളെ പലയിടത്തൊക്കെ പോകേണ്ടി വന്നു ചെയ്തിട്ട് എന്ത് ചെയ്യും. നമ്മളെപ്പോഴും ചേട്ടൻ വല്ല ജോലിക്കൊക്കെ പോകുമ്പോ ബിക്കോസ് ഇറ്റ്സ് വെരി സ്പെസിഫിക്. അവിടുത്തെ പുറത്തുനിന്നുള്ള ഭക്ഷണം അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൂടെ അവിടെ പോയി ചിലപ്പോൾ ഹെൽത്ത് പോകും. അപ്പൊ നമുക്കത് ഭയങ്കര വിഷയം. മോളുടെ കേസിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ മോൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിട്ടില്ല. കാരണം വീട്ടിൽ എന്തുണ്ടാക്കണം. ഇപ്പൊ ഇന്ന് ഇരിക്കുന്ന തൊട്ട് ഇപ്പൊ തന്നെ നോക്കിയാൽ നീ ഒരിക്കലും ആ ഒരു ഫുഡ് എന്താ വീട്ടിലുള്ള അത് കഴിക്കുന്നത് നല്ല കിട്ടിയ അങ്ങനെയുള്ള രീതിയിൽ നിന്നെ ഭയങ്കര എളുപ്പമായിരുന്നു നിന്നെ വളർത്താനായിട്ട്. കറോണിനെ സംബന്ധിച്ച് പിന്നെ എനിക്ക് തോന്നിയേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കറോണിനെ ഇങ്ങനെ പഠിക്കണം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു നല്ല രീതിയിൽ ട്രാക്ക് ചെയ്താൽ മാത്രമേ കറോണിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതിന് കൈക്കൂലി കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അനീറ്റെ സംബന്ധിച്ച് നിന്നെ സംബന്ധിച്ച് നീ പഠിക്കുന്ന കാര്യത്തിലാണ് സെൽഫ് ഡ്രൈവ് ഉള്ള ഒരാളാണ്. നിനക്ക് ശരിക്കും അങ്ങനെയുള്ളൊരു കംപ്ലൈൻസ് നിന്നെ നോക്കണില്ല എന്ന കംപ്ലൈൻറ്റ്. കാരണം നിന്നെ ഒരിക്കലും അത്രയും നിന്നെയായിട്ട് അതും എനിക്ക് നോക്കേണ്ടി വരാറില്ല. നിന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് നീ ഒരു ഇമോഷണൽ ക്യാരക്ടർ. അപ്പം നിന്നെ ഇങ്ങനെ ഇമോഷണലി എപ്പോഴും നോക്കി നിന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് ഏറ്റവും നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ നിന്നെ ഒരു മെൻ്റലി എപ്പോഴും നല്ല സ്ട്രോങ് ആക്കി കൊണ്ടുപോകാമെന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ചലഞ്ച്. കറോണ സമയത്ത് അങ്ങനെയൊന്നുമില്ല. അതെ, അപ്പൊ കറോണ അങ്ങനെയൊന്നുമില്ല. അവര് എവിടെ അടിച്ചു വിളിച്ച് അങ്ങനെ നോക്കും. പിന്നെ ഭയങ്കര കൂളാണ് എനിക്ക്. പ്രശ്നങ്ങൾ വരുമ്പോ ഇത്തിരി ഓപ്പൺ ഓടി വന്നിട്ട് അപ്പൊ നേരെ വന്ന് സംസാരിക്കും. എനിക്കൊന്നും ഇപ്പൊ ഞാൻ അങ്ങനെയാണ്. പക്ഷെ പണ്ട് ഞാൻ അങ്ങനെയല്ല. എനിക്ക് മമ്മിയുടെ അടുത്ത് അങ്ങനെ വന്ന് തുറന്ന് വർത്താനം പറയുന്ന ഒരു മെക്കാനിസം എനിക്ക് ഉണ്ടാവില്ല. പക്ഷെ ചേട്ടന് എനിക്കൊന്നും പണ്ടേ ഉണ്ട് ആ ഒരു അപ്രോച്ച്. പുള്ളിക്ക് എന്ത് വന്നാലും മമ്മി എന്ന് പറഞ്ഞ് വിളിക്കും. എന്നിട്ട് അവന് വീണ്ടും അതൊക്കെയാണ് എൻ്റെ സന്തോഷം. അല്ല എനിക്കുണ്ട്. അപ്പൊ അടുത്ത ദിവസം ഓക്കെ. അപ്പൊ മമ്മിയുടെ കേസിൽ ഇപ്പോൾ ചേട്ടനാണ് നമ്മുടെ ഫസ്റ്റ് ചേട്ടൻ, ഞാനാണ് സെക്കൻഡ് ചേട്ടൻ. അങ്ങനെയാണെങ്കിലും മമ്മിക്ക് പലപ്പോഴും എനിക്ക് തോന്നുന്നു മമ്മീനെ പറഞ്ഞിട്ടുണ്ട്. മമ്മി എനിക്ക് തോന്നുന്നു മമ്മി 19 ഇയേഴ്സിലാണ് ബിസിനസ് തുടങ്ങിയത്. മമ്മി ഒരു എന്നാലും പറഞ്ഞിട്ട് മമ്മിയുടെ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഫസ്റ്റ് ഇനീഷ്യൽ 10-12 years ഓഫ് മൈ ലൈഫ് മമ്മി എനിക്കൊന്ന് മമ്മിയുടെ ടൈമും അറ്റൻഷനും പ്രയോറിറ്റി കൊടുത്തത് വേറൊരാൾക്കാണ്. മമ്മിയുടെ നമ്മുടെ ഫസ്റ്റ് ചൈൽഡ് അതായിട്ടാണ് മമ്മി കൺസിഡർ ചെയ്തതാണ്. ബിസിനസ്സാണ് മമ്മി. കാര്യം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ എല്ലാം വന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ മമ്മിക്ക് എപ്പോഴും മമ്മിയുടെ എംപ്ലോയീസ് ആയിരുന്നു മമ്മിയുടെ ഏറ്റവും ഒരു അന്നുപോലും ഭയങ്കര വലിയ കാര്യമായിട്ട് മമ്മി കാണുന്നത്. മമ്മി എംപ്ലോയീസ് ആയിട്ടല്ല കാണുന്നത്, ഭയങ്കര മക്കളെന്ന നിലയിലായിരുന്നു മമ്മി അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മമ്മി ഇപ്പോൾ അന്ന് അവരെ മോനും മോളെന്നൊക്കെ പറഞ്ഞ് വിളിക്കും. എനിക്കത് അത്ര ഇഷ്ടപ്പെടില്ലായിരുന്നു. കാര്യം ഞാൻ ബേസിക്കലി അന്നൊരു ടെറിട്ടോറിയൽ ചൈൽഡ് എന്ന് പറയാം. എനിക്ക് തരാത്ത അത്യാവശ്യം വേറെ വല്ലവർക്കും കൊടുക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ഒരു എംപ്ലോയർ ആയിട്ട് നിൽക്കുമ്പോൾ മമ്മി ഒരിക്കലും അങ്ങനത്തെ ഒരു എനിക്കൊന്ന് നമ്മുടെ ഓഫീസിലൊരു വർക്ക് എൻവയൺമെൻറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയുക ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട്. പകരം നമ്മൾ ഭയങ്കര എനിക്ക് മമ്മി കൊണ്ടുവന്നൊരു അപ്രോച്ചാണ് ഭയങ്കര കെയറിങ് ആയിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരുടെ വീട്ടിലെ കാര്യം എല്ലാം അന്വേഷിച്ച് പണ്ടേ മുതൽ എനിക്ക് ഞാൻ കുഞ്ഞു മുതൽ അവിടെ വരുമ്പോൾ തൊട്ട് കാണുന്നതാണ് നമ്മളൊരു ഞങ്ങൾക്ക് അതുകൊണ്ടുകൂടെ അവരുടെ ഒരു ഭയങ്കര ഒരു നല്ല ബോണ്ടിങ് റിലേഷൻഷിപ്പ് ഉണ്ട്. അവരെ എംപ്ലോയിയുമായിട്ടല്ല കാണുന്നത്, നമ്മുടെ സ്വന്തം ആൻറ്റി അങ്കിൾ എന്നുള്ളൊരു കണക്കിൽ ഞങ്ങളോടും അതുകൊണ്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത്? ഞാൻ പറഞ്ഞത് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല. കാരണം ഞാൻ നേരെ ഇങ്ങനെ ബിസിനസ്സിലേക്ക് വരുവാണ് ചെയ്തത് അല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സിനെ കാണുന്നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എൻ്റെ സ്വന്തമുള്ള ആൾക്കാരെ കാണുന്നേക്കാൾ കൂടുതൽ ഞാൻ അവർക്കില്ല ഇല്ലേ. അപ്പം എനിക്ക് രാവിലെ പോയാൽ വൈകുന്നേരം വരെ അവരുടെ കൂടെ, രാത്രി വരെ അവരുടെ കൂടെ അപ്പം അത്രയും നേരം അവരുടെ കൂടെ ആകുമ്പോൾ അവരൊരു ഫാമിലി പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. പിന്നെ നമ്മളുടെ ഈ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടാവും. അപ്പൊ ടോട്ടലി അവരാണൊരു നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് അവരെ കണ്ടിരുന്നത്. അപ്പോൾ അവരെ അല്ലെങ്കിൽ മോൾഡ് ചെയ്യുക, അവരുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അവരുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുക, അവരെ പേഴ്സണലി നല്ല രീതിയിൽ കൊണ്ടുവരിക. അത് ഞാനെപ്പോഴും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഇപ്പം ഡെവലപ്മെന്റ് കിട്ടണം അല്ലെങ്കിൽ നമ്മൾക്ക് വലുതാവണം എന്ന് വിചാരിക്കുന്ന പോലെ തന്നെ മറ്റുള്ള ആൾക്കാർ നന്നായി വരണം എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ഒരു
ഗിവോസ്റ്റൈനല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് നമ്മളിങ്ങനെ കൊടുത്തോണ്ട് ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാരിങ്ങനെ എല്ലാവരെയും പഠിപ്പിച്ചൊക്കെ വരുമ്പോ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ മൂവ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഒരിക്കലും അതിനത്ര അങ്ങോട്ട് പോകുമ്പോ സങ്കടം വരും കേട്ടോ. കാരണം ഒത്തിരി കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവരെന്തെങ്കിലും നമുക്കൊരു ഇൻകം തന്നെ സമയമാകുമ്പോൾ അവൻ ചാടും. കാരണം അവന് നമ്മൾ കൊടുക്കണേക്കാളും അത്ര കാശ് കൊണ്ടുവരും. അപ്പൊ അവര് പക്ഷെ നമ്മളൊരു സ്കൂള് പോലെ ഇങ്ങനെ ഫ്രീ സ്കൂള് പോലെയാണ്. ഒരു 5 പൈസ മേടിക്കില്ല, നമ്മൾ കാശ് കൊടുത്ത് അവരെ പഠിപ്പിച്ച് നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ആ സമയം അവർക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കും ദൈവം നമുക്ക് നല്ലതല്ലേ ചെയ്യണുള്ളൂ. അപ്പൊ അത് നമ്മുടെ സർവീസ് ടു ഒരു സൈക്കിൾ അത് അങ്ങനെ വിചാരിച്ചിട്ട് അതങ്ങനെ അങ്ങോട്ട് മെന്റലി അങ്ങനെ വിഷമം വിചാരിക്കാതെയൊക്കെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇതുവരെ തിരിഞ്ഞു നോക്കുമ്പോൾ അതുകൊണ്ടുള്ള കുറേ ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മമ്മിയുടെ കേസില് മമ്മിക്ക് എനിക്കൊന്ന് ഈ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ് മമ്മിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം. മമ്മി അതെ ഫുൾ ടൈം വീട്ടിലുള്ള മനസ്സിലാക്കി മമ്മി ഭയങ്കര ടൈഡി ആൻഡ് ക്ലീൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏത് ഒരു പെർട്ടിക്കുലർ റൂമല്ല, എന്ത് കാര്യം ചെയ്യുന്നതും എക്സ്പെഷ്യലി നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം ഭയങ്കര അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായെന്ന്. പണ്ടേ ഉണ്ടൊരു സ്വഭാവമാണ്, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് വന്നൊരു സ്വഭാവമാണ്. പണ്ടുള്ള സ്വഭാവം കാരണം പണ്ട് വീട്ടിൽ പോകും, രാവിലെ ഓഫീസിൽ പോകും, രാത്രി വന്ന് കയറുന്നതൊന്നും ഇല്ലായിരുന്നു അല്ലേ. ഇപ്പോഴാണ് വീട്ടിലേക്ക് അല്ല പണ്ട് എന്താ വെച്ചാൽ ഞാൻ സ്കൂളിൽ പോകും അല്ലെങ്കിൽ ഇപ്പൊ കോളേജിൽ പോകും. ഇപ്പൊ എന്റെ ആക്ടിവിറ്റീസ് മാക്സിമം 9 to 3 അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെ പണിയൊന്നും നമ്മൾ നോക്കാറില്ല. അപ്പൊ മമ്മിയുടെ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ വീട്ടിൽ വന്ന മമ്മിയുടെ സ്വഭാവം അത്ര സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലൊരു പെരുമാറ്റം. അതായത് മമ്മിക്ക് ഞങ്ങള് റൂം എവറി ഡേ ക്ലീൻ ചെയ്യണം. നമ്മുടെ മെയിൻ ഏരിയ അറ്റ്ലീസ്റ്റ് എവറി 2 to 3 days മോപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. ഞാനും ഈവൻ പപ്പയും ഞാനും ചേട്ടനും അപ്പം പോലും പറയും എങ്ങനെ ഷീലക്ക് എങ്ങനെ ഇത്ര എങ്ങനെയാണ് ഈ ഒരു സ്വഭാവത്തിലേക്ക് വന്നത് എന്ന് മനസ്സിലാവുള്ളൂ. കാര്യം മമ്മി അത് പണ്ട് ഞങ്ങൾ ആരാണ് കണ്ടില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ വീടുണ്ടായത് കൊണ്ടായിരിക്കും അറിയാതിരുന്നത്. പക്ഷെ മമ്മിയുടെ പെരുമാറ്റം പണ്ട് ഇങ്ങനെയാണോ അതില്ല ലോക്ക്ഡൌൺ ചേഞ്ചാണ്. അതെന്തറിയാം അതില്ല. നിങ്ങള് അത്രയും നിങ്ങളിങ്ങനെ ദേഷ്യം വന്നിട്ട് എന്നോട് ഇങ്ങനെ വെച്ചാൽ മിക്കവാറും അപ്പനും മക്കളും കൂടി ഒരു സൈഡാണല്ലോ. എന്റെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു യൂണിയനാണ്. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് കുറച്ച് തന്നെ ഒരു ഇങ്ങനെ എല്ലാം ഭംഗിയായിട്ട് ഞാൻ വെക്കുമല്ലോ. അപ്പൊ നിങ്ങളുള്ളത് കൊള്ളാക്കിയില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഇങ്ങനെ വഴക്കൊക്കെ പൊടിയൊക്കെ ഞങ്ങൾക്ക് പൊടിയൊന്നും തോന്നൂല. തോന്നും അതില്ല. പണ്ട് മുതലേ കുറച്ചുണ്ട് ആ സ്വഭാവം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫുള്ളി ഇങ്ങനെ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തിരി മൈക്രോസ്കോപ്പിക് ആയിരുന്നു, ഇത്തിരി ഭ്രാന്ത് പോലെ ആയിരുന്നു. നിങ്ങളത് പറഞ്ഞ എനിക്കറിയില്ല. എങ്കിലും ഞാൻ കുറച്ച് ശ്രമിക്കാം. ഇനിയിപ്പോ നിങ്ങളെ ഇങ്ങനെ അധികം വിഷമിപ്പിക്കാനൊക്കെ കൊണ്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ. നിങ്ങൾക്ക് കുറച്ച് ഇനിയിപ്പോ ലോക്ക്ഡൌൺ വന്നപ്പോ വീട്ടിൽ നിങ്ങൾക്ക് പേടിയായിരുന്നു ശല്യം സഹിക്കണമെന്ന്. പേടിയൊന്നുമില്ല. പക്ഷെ മമ്മിയുടെ ഇറിറ്റേഷൻ വരുമല്ലോ നമ്മള് ചെയ്തില്ല എന്നുള്ളൊരു ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് പറയും റൂം ക്ലീൻ ആക്കിയില്ല, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് പറയുമ്പോ അവനും ഭയങ്കര ഇഷ്ടക്കാരൻ പറയും മമ്മി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് ഭയങ്കര ക്ലീൻ ചെയ്യാൻ ഒഴിവാക്കി കളയാറുണ്ടോ. മമ്മി തന്നെ പോയി ക്ലീൻ ആക്കും. അതിപ്പോൾ അങ്ങനെയാണ്. അല്ല എനിക്കതിലെ പിന്നെ ഒരു മേജർ കാര്യം എനിക്ക് തോന്നുന്നത് ഞാൻ ഇത്തിരി അലർജിക് ആയില്ലേ. അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ ഒരു മാന്യം എനിക്ക് തോന്നുന്നത് ഈ അതുകൊണ്ടായിരിക്കാം കുറച്ച് ഇങ്ങനെ ഡസ്റ്റ് വന്ന ഈ അതുകൊണ്ടായിരിക്കാം കേട്ടോ അങ്ങനെയുള്ള രീതിയിൽ വന്നു തോന്നുന്നു. എന്താ പറയുക കുറച്ച് ശ്രദ്ധിക്കാൻ നേരം കൊണ്ട്. മമ്മിയുടെ ഒരു എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ട് എനിക്കത് എപ്പോഴും ഞാനും ചേട്ടനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ മമ്മി ഓപ്പൺ ഹൗസിനൊക്കെ വരാറുള്ളൂ. പക്ഷെ മമ്മിയുടെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി ഞാൻ കണ്ടത് ആൾക്കാർക്ക് എപ്പോഴും മമ്മി ഒരു ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ടൊരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത്. എവിടെ പോയാലും പീപ്പിൾ കം ടു യു, ദേ ടോക്ക് ഓപ്പൺലി. അവർ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് മമ്മീനെ മുമ്പ് അറിയില്ലാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ മമ്മീനെ അറിയുന്ന പോലെ അതിൽ വന്ന് സംസാരിക്കും. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും ഇതെന്താ മമ്മിയുടെ വല്ല കൂട്ടുകാരാണോ, മമ്മിയുടെ സ്കൂളിൽ പഠിച്ചതാണോ കോളേജിൽ പഠിച്ചതാണോ എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ വന്ന് വലിയ കാര്യം മമ്മി ആ ആൻറ്റി ആരാന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ എനിക്കും അവളെ അറിയില്ല, അന്ന് ഇങ്ങനെ ഒന്ന് മിണ്ടിയപ്പോൾ മമ്മി മിണ്ടിയതാന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് മമ്മിക്ക് ഇങ്ങനെ ഒരു എനിക്കറിയില്ല ആൾക്കാരെ ഒരു മാഗ്നറ്റോട് ഇങ്ങനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പം ഞാനും ചേട്ടൻ പറയാം മമ്മിയുടെ ഒരു എനിക്കൊന്ന് മമ്മിയുടെ ഒരു സ്വഭാവത്തിൽ ഞാനും ചേട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വൺ ഡേ സ്വഭാവം അതാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു
വൈബാണ്. നമുക്ക് അങ്ങനെ ഒരു വൈബ് തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെ അത്ര ഒരു രീതിയിലാണ് എനിക്ക് സത്യസന്ധമായിട്ടൊന്നും അറിയില്ല, നിങ്ങളിങ്ങനെ പറയുന്നൊക്കെ അറിയും. എനിക്ക് തോന്നലെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു ഗ്രാമത്തിലാണ്, തെക്കശ്ശേരിയല്ലേ ഞങ്ങളുടെ വീട്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടന്നാലാണ് ബസ് കയറാൻ പറ്റുക. അപ്പോൾ ഈ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും മിണ്ടി ചിരിച്ചിരിച്ചിങ്ങനെ പോണേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ചിരിച്ച് പോയ ആ ഒരു വൈബ് എല്ലാവരുടെ ഇങ്ങനെ വർത്തനം വന്ന് എഴുതിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വൈബാണെന്ന് തോന്നുന്നത് ഇപ്പോഴും ഇങ്ങനെ. അപ്പോൾ എല്ലാവരും അന്നോട്ട് ഇങ്ങനെ വർത്തമാനം പറയും, സുഖാണെന്ന് ചോദിക്കും. വയസ്സായ ആൾക്കാരാണെങ്കിലും എല്ലാവരും വർത്തമാനം പറയുന്നത്. അപ്പോൾ അതായിരിക്കാം ആ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോൾ. അപ്പോൾ മമ്മിക്ക് what would you like to actually say to all the mothers out there, especially the young mothers ആയിട്ടുള്ള mothers-ന് എന്താണ്? എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കരിയർ വിട്ട് കളയാതെ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കാനായിട്ട് ഓരോ അമ്മമാരും ശ്രദ്ധിക്കുക. ഒപ്പം കുഞ്ഞുങ്ങളെ അവരെ ശരിക്കും നല്ല രീതിയിൽ അവരൊരു മെൻ്റൽ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യിച്ച് അവർക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും അമ്മമാരോട് തുറന്നു എന്ന് പറയാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്ത് കുട്ടികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം സ്നേഹിച്ച് വളർത്താനായിട്ട് അമ്മമാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാരൻറ്റിങ് വളരെ എളുപ്പമുള്ളൊരു കാര്യം. Okay, so with that we come to an end of this interview. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇന്ന് I want to wish all the mothers out there a very happy Mother's Day, and thank you so much for being such wonderful role models and spending that almost a huge part of your life just to nurture us so well. So thank you to all the mothers and good day. Thank you Bye. so much. And thank you for watching this video.